പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം തിരുവചനം. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്നും ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം തന്നെയാണ് ഇത്. ഈശോ മറ്റൊന്നിനും വേണ്ടിയും ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല. തൻ്റെ ശിഷ്യന്മാർക്ക് വലിയ വരങ്ങളും സിദ്ധികളും ഉണ്ടാകണം എന്നതല്ല കർത്താവിൻ്റെ പ്രാർത്ഥന. ഈശോ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്: തനിക്ക് സ്വന്തമായുള്ളവരെല്ലാം ഒന്നായിരിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഈശോയുടെ സ്വന്തമായ നമ്മളെക്കുറിച്ച് ഈശോയ്ക്കുള്ള ആ വലിയ ആഗ്രഹം ഇതുതന്നെയായിരിക്കും. നമ്മളെല്ലാവരും ഈശോയിൽ സ്നേഹത്തിൽ ഒന്നായി ജീവിക്കണം. കർത്താവ് ഒരു കുടുംബത്തിന് രൂപം നൽകുമ്പോൾ ആ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും സ്നേഹത്തിലും വിശ്വാസത്തിലും ഒന്നായി ഐക്യത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുക. നമ്മൾ ഒന്നാകണം എന്നുള്ള ഈശോയുടെ ആഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് ചിന്തിക്കാം. അകന്നുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് പരസ്പരം ക്ഷമിച്ചുകൊണ്ട് ഈശോയിൽ ഒന്നായി മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപ നമ്മളിലും കുടുംബങ്ങളിലും നിറയപ്പെടുവാനായി പ്രാർത്ഥിക്കാം. ഈ തിരുവചനം കേൾക്കുന്നവരുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനെയും ഒന്നാക്കി ഇണക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപാവരം നമ്മളെയും ഭരിക്കട്ടെ, നയിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.